ഹായ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ എൻട്രൻസ് എക്സാം അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ എൻട്രൻസ് എക്സാമിനേഷന്റെ റിസൾട്ട് വന്നു. അലോട്ട്മെന്റ് പ്രോസസ് ഓൺലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. മൊത്തം 19 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 4800-ലധികം സീറ്റുകളാണ് ഉള്ളത്. BF ടെക്കും അതുപോലെ തന്നെ ഡൊമിസൈൽ സീറ്റുകളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏകദേശം 3000 സീറ്റുകളാണ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ വരുന്നത്. ഈ 19 സ്ഥാപനങ്ങളുടെയും അലോട്ട്മെന്റ് പ്രോസസ്സ് ഒന്നിച്ച് തന്നെ ഓൺലൈനായിട്ട് നടത്തും. കഴിഞ്ഞ വർഷം 4 അലോട്ട്മെന്റ് പ്രോസസ്സുകളും 5ാമത്തേത് സ്പോട്ടുമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം 3 അലോട്ട്മെന്റ് ഓൺലൈനായിട്ട് നടക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ 4ാമത്തേത് സ്പോട്ട് അലോട്ട്മെന്റ് ആണ്. 24-ാം തീയതി ജൂണിൽ ആരംഭിച്ച് ജൂലൈ 1 ഫസ്റ്റ് അലോട്ട്മെന്റ് നടക്കുന്നതോടുകൂടി ആദ്യത്തെ അലോട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. പിന്നെ ഏകദേശം ജൂലൈ 29 വരെയാണ് വിവിധ ഘട്ടങ്ങളായിട്ട് 3 അലോട്ട്മെന്റുകളും നടക്കുന്നത്. ഈ 3ാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയതിൽ താല്പര്യമില്ല, സംതൃപ്തി ഇല്ല എങ്കിൽ പിൻവലിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഈ പിൻവലിക്കാനുള്ള അവസരം 29-ാം തീയതി ജൂലൈ വരെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടച്ച ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടും. ദെൻ അതോടൊപ്പം നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുകയും ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പോട്ട് അലോട്ട്മെന്റിൽ ചെറിയ മാറ്റങ്ങൾ കാര്യമായിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. ദെൻ അതിൽ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ NIFTയുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് www.nift.admission.nic.in എന്ന ലിങ്കിലൂടെയാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ ആ പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ 1-2 അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്കും പ്രമുഖമായ സ്ഥാപനങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഡൽഹി, ബാംഗ്ലൂർ, മുംബൈ, ഹൈദരാബാദ്, ചെന്നൈ, ഈ സ്ഥാപനങ്ങൾ, ഇതാണ് NIFTയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തന്നെയും ഈ ബാച്ചലർ ഓഫ് ഡിസൈനിങ്ങിലെ ഫാഷൻ ഡിസൈനിങ് പ്രോഗ്രാം, അതാണ് അതിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം. ആ പ്രോഗ്രാമുകളുടെ സീറ്റൊക്കെ മിക്കവാറും തീർന്നു പോകും ആ ഒരു ഘട്ടത്തുമ്പോഴത്തേക്കും. ഇതില് രസകരമായ വസ്തുത, 1300 ചില്ലുവാൻ അല്ലെങ്കിൽ 1400 വരെ OBCയിലെ സീറ്റുകൾ ഈ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഈ 5 സ്ഥാപനങ്ങളിൽ തീർന്നു പോകും. ജനറൽ മെറിറ്റിൽ ഒരു 550-600 വരെയാണ് പോവുക. ശ്രദ്ധിക്കുക, ജനറൽ മെറിറ്റിൽ 550-600-നുള്ളിൽ സീറ്റ് ആദ്യത്തെ 2ാമത്തെ ഘട്ടം ആകുമ്പോഴത്തേക്കും തീർന്നു പോകും. 2ാം ഘട്ട അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്കും സീറ്റുകൾ തീർന്നു പോകും. 3ാം ഘട്ട അലോട്ട്മെന്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ സീറ്റുകളൊന്നും കാണില്ല. അതുകൊണ്ട് ഫാഷൻ ഡിസൈനിങ്ങിൽ ഈ പറഞ്ഞ സ്ഥാപനങ്ങളാണ് ഏറ്റവും പ്രമുഖം, പെട്ടെന്ന് സീറ്റ് തീരുന്നത്. ഒരു 1400 വരെയൊക്കെ നമുക്ക് സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് OBCക്കാർക്ക്. അപ്പൊ 1400-1500 വരെ ആയിരിക്കും ലാസ്റ്റ് റാങ്ക് വന്ന് നിൽക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ ഷില്ലോങ് ഒക്കെ പോലുള്ള സ്ഥാപനങ്ങൾ അടക്കം ഏകദേശം 4500-5000 വരെ ജനറൽ മെറിറ്റ് കാൻഡിഡേറ്റ്സിനും പിന്നീട് ഒരു 6500 വരെ OBC കാൻഡിഡേറ്റ്സിനും കിട്ടും. അപ്പൊ ഈ റാങ്കിനുള്ളിൽ വരുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആണ്. അതിന് പുറമെ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ദെൻ അതുപോലെ തന്നെ ആക്സസറി ഡിസൈനിങ് ഉണ്ട്, ലെതർ ഡിസൈനിങ് പോലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഈ പ്രോഗ്രാംസിന്റെ കോഴ്സുകളുടെ ഒക്കെ അലോട്ട്മെന്റ് പ്രോസസ്സ് ഇതോടൊപ്പം ഒന്നിച്ച് തന്നെയാണ് നടക്കുന്നത്. അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ വിവിധ ഘട്ടങ്ങളിലെ രജിസ്ട്രേഷൻ കുറിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ്. ആദ്യം ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. മറ്റ് അലോട്ട്മെന്റ് പ്രോസസ്സുകളിൽ നിന്നും ഓൺലൈൻ കൗൺസിലിംഗിൽ നിന്നും വ്യത്യസ്തമായി ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ വരുമ്പോൾ, നിഫ്റ്റിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഡോക്യുമെന്റുകൾ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യണം. അപ്പൊ ആദ്യം രജിസ്ട്രേഷൻ നടത്തുന്നു, ദെൻ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ വെരിഫൈ ചെയ്ത് അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റുകൾ കറക്റ്റ് ആണോ അല്ലേ എന്ന് സിസ്റ്റം പരിശോധിച്ചതിന് ശേഷം അത് ഓക്കെ ആയാൽ പിന്നീട് ചോയ്സ് ഫില്ലിംഗ് ആണ്. ചോയ്സ് ഫില്ലിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് സ്ഥാപനങ്ങളുടെ മുൻഗണനാക്രമത്തിൽ കോഴ്സുകളെയും നമുക്ക് മുൻഗണനാക്രമത്തിൽ കൊടുക്കാം. അപ്പോൾ ഒരാൾക്ക് ഫാഷൻ ഡിസൈനിങ് താല്പര്യമില്ല, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഫാഷൻ കമ്മ്യൂണിക്കേഷനിലെ റാങ്കിങ്, സ്ഥാപനങ്ങളുടെ റാങ്കിങ് അനുസരിച്ച് നമുക്കത് 1 by 1 ആയിട്ട് കൊടുക്കാം. ദെൻ അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് ഫാഷൻ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങോ ലെതറോ ആക്സസറിയോ ഒക്കെ ആണെങ്കിൽ അതും നമുക്ക് 1 by 1 ആയിട്ട് കൊടുത്ത് കൊണ്ടുപോവാം. ദെൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ചോയ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് അത് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം ലോക്ക് ചെയ്യുന്നതായിരിക്കും. ദെൻ പിന്നീട് അലോട്ട്മെന്റ് നടക്കുന്നു. അലോട്ട്മെന്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കണം. നമ്മളുടെ വില്ലിങ്നെസ് അറിയിക്കണം. വില്ലിങ്നെസ് അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഫ്ലോട്ട് ചെയ്യാനും ഫ്രീസ് ചെയ്യാനും സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഈ ഫ്ലോട്ടിങ്, ഫ്രീസിങ്, സ്ലൈഡിങ് എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്കൊരു കോളേജ് ഹൈദരാബാദിൽ ഫാഷൻ ഡിസൈനിങ് കിട്ടിയെന്ന് വിചാരിക്കുക. നമുക്കതിൽ താല്പര്യമുണ്ട്. അത് നമ്മൾ കൊടുത്തത് 3ാമത്തെ ഓപ്ഷൻ ആയിട്ടാണ്. നമ്മൾ മുമ്പിൽ കൊടുത്തിരിക്കുന്ന ബോംബെയും ഡൽഹിയും ഒന്നും വേണ്ട എങ്കിൽ
അത് ഫ്രീസ് ചെയ്യാം. അത് മരവിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേറെ ഒന്നിലേക്ക് മാറാനോ മറ്റ് അലോട്ട്മെന്റ് പ്രോസസ്സുകളിൽ പങ്കെടുക്കാനോ പറ്റില്ല. അപ്പൊ നമുക്ക് കിട്ടിയൊരു സീറ്റിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് മതി എന്ന് ഉറപ്പിക്കുന്നതാണ് ഫ്രീസിങ്. രണ്ടാമത്തത്, നമുക്ക് ഡൽഹിയിൽ ഹൈദരാബാദിൽ നമുക്ക് കിട്ടി. പക്ഷെ മുമ്പിൽ കിടക്കുന്ന എന്താ പറയാ ബോംബെയിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഒക്കെ നമുക്ക് കിട്ടണം. ഹൈദരാബാദിൽ കിട്ടിയതിന് പുറമെ നമുക്ക് മാറാൻ താല്പര്യമുണ്ട്, മുന്നോട്ട് മാറിക്കഴിഞ്ഞാൽ മാറാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലോട്ട് ചെയ്യാം. ദെൻ ഓരോ ഘട്ടവും കഴിഞ്ഞ് നമുക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റും. അതാണ് ഫ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ മുമ്പിൽ കൊടുത്തിരിക്കുന്ന ഹയർ ഓപ്ഷൻസിൽ നമുക്ക് മാറാൻ താല്പര്യമുണ്ട്. ഏത് വന്നാലും മാറി മാറി പോവാനും അടുത്ത ഘട്ടങ്ങളിൽ പങ്കെടുക്കാനും താല്പര്യമുണ്ട്. ഇനി നമ്മൾ സ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഹൈദരാബാദ് സീറ്റ് കിട്ടി. ഹൈദരാബാദിലെ കുറെ കോഴ്സുകൾ, നമ്മൾ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ കൊടുത്തു, ഫാഷൻ ഡിസൈനിങ് കൊടുത്തു, ആക്സസറി കൊടുത്തു, ലെതർ കൊടുത്തു. അതിന് മുമ്പേ തന്നെ നമ്മൾ ബോംബെയിലെ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്, ലെതർ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഡൽഹി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 10-20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷനിൽ നമുക്ക് ആദ്യത്തെ അലോട്ട്മെന്റിൽ തന്നെ ഹൈദരാബാദ് കിട്ടി. ഈ ഹൈദരാബാദിൽ കൊടുത്തിരിക്കുന്ന മറ്റു കോഴ്സുകൾ മതി, ഡൽഹിയും ബോംബെയും വേണ്ട എങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലൈഡിങ് ഓപ്ഷൻസ് ഓക്കെ ആവുകയും നമുക്ക് അടുത്ത ഘട്ടങ്ങളിൽ നമ്മൾക്ക് താല്പര്യമുള്ള ഹൈദരാബാദ് മാത്രം, ഓൾറെഡി കിട്ടിയ ഹൈദരാബാദ് മാത്രം വരികയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്ലൈഡിങ്. അപ്പൊ ഇത് രണ്ടിന്റെയും ഇമ്പാക്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സിലും തുടർന്നുള്ള നടപടിക്രമങ്ങളിലും പങ്കെടുക്കാൻ. നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്ത് വില്ലിങ്നെസ് അറിയിച്ചു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫീസ് അടക്കാം. ഫീസ് അടക്കാന്ന് പറഞ്ഞാൽ മുമ്പത്തെ വർഷങ്ങളിൽ സെമസ്റ്ററും 2 സെമസ്റ്ററും കൂടി ഒരു 3 ലക്ഷത്തി ചില്ലുവാനമാണ്. 40,000, 43,000, 60,000 ഒക്കെയാണ്. 3,60,000 ഒക്കെ വെച്ചാണ് ഫീസ് വരുന്നതെങ്കിൽ വ്യത്യസ്തമായ ഫീസുകളാണ് സെമസ്റ്ററിൽ ഓരോ വർഷവുമെങ്കിൽ ഈ വർഷം 1.83 എന്ന രീതിയിൽ സെമസ്റ്റർ ഫീസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 1,83,000 എല്ലാം കൂടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 360 മേലെയാവും. 360 4 കൊല്ലത്തേക്ക് വരുമ്പോഴത്തേക്കും 12-15 ലക്ഷം രൂപയെങ്കിലും മൊത്തത്തിൽ എല്ലാ ചെലവും. ഇത് മാത്രമല്ല ചെലവുണ്ടാവാം, നമ്മളുടെ യാത്രകൾ, ദെൻ നമ്മളുടെ മറ്റ് മെറ്റീരിയൽസ് കോസ്റ്റ്, ഒരുപാട് മെറ്റീരിയലുകൾ വാങ്ങി നമ്മൾ ഈ ഡിസൈനിങ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കേണ്ടി വരും എന്നതുകൊണ്ട് വലിയൊരു ഫീസ് ആവാൻ സാധ്യതയുണ്ട്. ഈ ഫീസ് മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോവാൻ. പൊതുവെ ഒരു ആവറേജ് ആദ്യത്തെ 10 NIFTകളിലും ആവറേജ് ഒരു 10 to 6 lakhs വരെ CTC ആനുവൽ പ്ലേസ്മെന്റ് സാലറി ഓഫർ വരുന്നുണ്ട്. അത് ഭാഗികമായിട്ടാണ് ചിലയിടത്ത് വരുന്നത്, എല്ലായിടത്തും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പൊതുവെ ബാച്ചലർ ഓഫ് ഡിസൈനിങ് കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ കാണുന്ന ഒരു പ്രത്യേകത, അവർ ഈ നേരെ പ്ലേസ്മെന്റ് ഓഫർ സ്വീകരിക്കാതെ പലപ്പോഴും ഒറ്റക്ക് കൺസൾട്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീലാൻസർ ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് മാറിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ദയവ് ചെയ്ത് അത് പരമാവധി ഒഴിവാക്കുക. ഫസ്റ്റ് പ്ലേസ്മെന്റ് കിട്ടുന്നത് സ്വീകരിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷം മാത്രം പിന്നീട് ഫ്രീലാൻസിങ്ങിലേക്ക് പോകുന്നതായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലത് എന്നൊരു സജഷൻ എനിക്കുണ്ട്. ഏതായാലും അലോട്ട്മെന്റ് പ്രോസസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടായേക്കാം. അത്തരം സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്നുകിൽ നേരിട്ട് കരിയർ ഗുരുവിൽ വരിക, അതല്ലെങ്കിൽ ഇതിന് താഴെയുള്ള ഈ വീഡിയോക്ക് താഴെ കമന്റ് ഓപ്ഷൻ ഉണ്ട്. ആ കമന്റ് ഓപ്ഷനിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാം, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതിനുള്ള റിപ്ലൈ ഉടൻ തന്നെ തരുന്നതായിരിക്കും. ഏതായാലും പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോൾ ഡോക്യുമെന്റുകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുക. നേരത്തെ തന്നെ ഡോക്യുമെന്റുകൾ റെഡിയാക്കി വെക്കുക. റാങ്ക് പരിശോധിച്ച് ഏതൊക്കെ റാങ്കിന് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് എന്ന് നോക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ, ഒന്ന് ഫോട്ടോ, മറ്റൊന്ന് ഏജ് തെളിയിക്കുന്ന 10th സർട്ടിഫിക്കറ്റ് മതി. ദെൻ അത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് പറയുന്ന മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റ്സ്, ദെൻ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം നമ്മൾ പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലെറ്റർ കിട്ടിയത്, ദെൻ അതുപോലെ തന്നെ അണ്ടർടേക്കിംഗ്, റീഫണ്ട് ഓഫ് ഫീസിന്റെ അണ്ടർടേക്കിങ്ങും അതുപോലെ ആന്റി റാങ്കിങ് അഫിഡവിറ്റിന്റെ ഒരു അണ്ടർടേക്കിങ്ങും നമ്മൾ ഫില്ല് ചെയ്ത് പ്രോസസ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ദെൻ അതോടൊപ്പം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ സ്ലൈഡിങ്ങും ഫ്ലോട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് അതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഫീസ് അടച്ചു കഴിഞ്ഞാൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ അതോടൊപ്പം ഡേറ്റ് നോക്കി കൃത്യമായി അടുത്ത അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കുക. ഡേറ്റുകൾ നോക്കി നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സ്ഥാപനങ്ങൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു NIRF റാങ്കിങ് വെച്ച് പരിഗണിച്ചാൽ ശരിക്കും ഡൽഹി ഫസ്റ്റ്, മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, ദെൻ ഗാന്ധിനഗർ, കൊൽക്കത്ത, കണ്ണൂർ, ഭോപ്പാൽ, പട്ന, ജോധ്പൂർ,
ഇങ്ങനെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 1 by 1 ആയിട്ട് നമ്മളൊരു പ്രിഫറൻസ് അനുസരിച്ച് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഏതായാലും ഈ സ്ഥാപനങ്ങളുടെ ഒരു പ്രിഫറൻസ് ഒക്കെ വെച്ച് നിങ്ങളുടെ ഒരു പ്രിഫറൻസും പ്രോക്സിമിറ്റിയും കൺവെയൻസ് ഒക്കെ വെച്ചുകൊണ്ട് കോളേജുകൾ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. മാത്രമല്ല ലാസ്റ്റ് റാങ്കുകളും കൂടി ഒന്ന് പരിഗണിക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശീയ തലത്തിൽ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയർ ആയ ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവലും സെൻട്രൽ ഗവൺമെന്റ് ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയും നടത്തുന്ന സ്ഥാപനങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈലിന് കീഴിലുള്ളതാണ്. ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത, ഒരു ആദ്യത്തെ 10 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും തുടങ്ങിക്കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ അത്യാവശ്യം പേരെടുക്കുകയും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായി ഇത് മാറുകയും അത്യാവശ്യം പ്ലേസ്മെന്റ് നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. 100% പ്ലേസ്മെന്റ് ഒന്നും പറയാൻ കഴിയില്ല, ഭാഗികമായിട്ട്. എങ്കിലും ഇവിടുത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ് ആണ്. ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്യുന്നതാണ്. നമ്മൾ പാറ്റേൺസ് ഡിസൈൻ ചെയ്യാം, ദെൻ ഏത് മോഡൽ, ഏത് സ്റ്റൈൽ, ദെൻ അതോടൊപ്പം ടെക്സ്റ്റൈൽ ഡിസൈനിങ് ഉണ്ട്, ഫാബ്രിക്കുകൾ, കളറ്, പ്രിന്റിങ്, പാറ്റേൺ. അതാണ് മറ്റൊരു കോഴ്സ് ബാച്ചലർ ഓഫ് ഡിസൈനിങ്ങിൽ വരുന്ന ടെക്സ്റ്റൈൽ ഡിസൈനിങ് വരുന്നത്. ഒന്ന് പാറ്റേൺ ഡിസൈനിങ് ആണ്, മറ്റൊന്ന് ക്ലോത്ത് അല്ലെങ്കിൽ മെറ്റീരിയൽ ഡിസൈനിങ് ആണ്. അതിന്റെ കളറ്, ദെൻ അതിന്റെ പാറ്റേൺ, പ്രിന്റിങ്, ഇത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തിൽ കട്ട് ചെയ്ത് ഓരോ നമ്മളുടെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ച്, നമ്മളുടെ കളറിനനുസരിച്ച്, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ശരീരഘടനക്കനുസരിച്ച് ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തെടുക്കാൻ നമ്മൾ പാറ്റേൺ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തുണ്ടാക്കണം. അതാണ് ഫാഷൻ ഡിസൈനിങ്ങിൽ ആദ്യം വരുന്നതെങ്കിൽ. മറ്റൊന്ന് ടെക്സ്റ്റൈൽ, ക്ലോത്ത് ഉണ്ടാക്കിയെടുക്കുക. ക്ലോത്ത് ഉണ്ടാക്കുമ്പോൾ അത് ഏത് ഫാബ്രിക് ആണ്, ഏത് കളറാണ്, ഏത് പാറ്റേൺ ആണ്, ഏത് ഡിസൈനിങ് പ്രിന്റിംഗ് ആണോ അല്ലേ, ഇത്തരം കാര്യങ്ങളിലാണ് അതിൽ വരുന്ന എംബ്രോയിഡറി ഉണ്ടോ ഇല്ലേ, ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതാണ് ഈ ശരിക്കും ടെക്സ്റ്റൈൽ ഡിസൈനർ വരുന്നത്. പിന്നെ വരുന്നത് ആക്സസറി ആണ്. ആക്സസറി എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രസ്സ് മാത്രമല്ല ഇടുന്നത്, ഒരുപാട് മറ്റ് വകകൾ ഉപയോഗിക്കാറുണ്ട് നമ്മളുടെ ഒരു ഫാഷന്റെ ഭാഗമായിട്ട്. ഉദാഹരണത്തിന് സ്പെക്സ് ഉപയോഗിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ബാംഗിൾസും ഇയർ റിങ്സും ദെൻ അതുപോലെ സ്റ്റഡും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, അത്തരം സാധനങ്ങൾ, ബെൽറ്റ്, ദെൻ ഇത്തരം കാര്യങ്ങളുടെ ഒരു ഡിസൈനിങ്. അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ്യൂംസിന്റെ ഭാഗമായിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആക്സസറി ആയിട്ട്. അത്തരം ഡിസൈനിങ് ആണ്. ലെതർ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ലെതർ ഗാർമെന്റ്സ് ഉണ്ട്, ലെതർ ഫുട്വെയർസ് ഉണ്ട്. പ്രധാനമായിട്ടും ലെതർ ഗാർമെന്റ്സും ലെതർ ആക്സസറി ആണ് ലെതർ ഡിസൈനിങ്ങിൽ വരുന്നത്. മറ്റൊന്ന് നിറ്റ്വെയർ ഡിസൈനിങ് ആണ്. നമ്മൾ തുന്നിയെടുത്തുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് കമ്പിളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതും അത്തരം വസ്ത്രധാരണ രീതികൾ ഉപയോഗിക്കുന്ന നെറ്റ്വെയറുകളുണ്ട്. അത്തരം കെ ഡി എന്ന് പറയുന്ന നെറ്റ്വെയർ ഡിസൈനിങ് ആണ് മറ്റൊന്ന്. ദെൻ ഇത്തരം കോഴ്സുകൾ വരുന്ന പ്രധാനപ്പെട്ട കോഴ്സുകളെല്ലാം ഫാഷൻ ഡിസൈനിങ്ങിൽ വരുന്നുണ്ട്. NIFT വരുന്നുണ്ട്. ദെൻ അതോടൊപ്പം ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, ഫാഷൻ രംഗത്തുള്ള ട്രെൻഡുകൾ, പ്രവണതകൾ, അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റും അഡ്വർടൈസ്മെന്റുകളും കമ്മ്യൂണിക്കേഷനും പ്രസന്റേഷനും ഒക്കെ അടങ്ങുന്ന വലിയൊരു മേഖലയാണ് ശരിക്കും ഗ്രാഫിക്സും ആനിമേഷനും എഡിറ്റിംഗ് ഒക്കെ വരുന്ന ഫാഷൻ കമ്മ്യൂണിക്കേഷൻ. ഒരർത്ഥത്തിൽ ഈ NID അതുപോലെ തന്നെ IIT-കളിലുള്ള ബാച്ചലർ ഓഫ് ഡിസൈനിങ്ങിലെ കമ്മ്യൂണിക്കേഷനും അനിമേഷൻ ഫിലിം ഡിസൈനിങ്ങോ കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം NIFT-യുടെ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഫാഷൻ ഓറിയന്റഡ് ആയിട്ടാണെങ്കിൽ പോലും ആനിമേഷനും ഗ്രാഫിക്സും എഡിറ്റിങ്ങും ബ്രാൻഡിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ അതിൽ വരുന്നുണ്ട്. BF ടെക്കിൽ ഒരു ടെക്നോളജി പ്രോഗ്രാം വരുന്നുണ്ട്. അത് സയൻസ് പഠിച്ച, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച കൈൻഡ് ഓഫ് BTech തന്നെയാണ്. അത് ഈ കോഴ്സുകളുടെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കി NIFT ദേശീയ തലത്തിൽ ഏറ്റവും പ്രമുഖമായ സ്ഥാപനങ്ങൾ എന്ന നിലക്കും അതോടൊപ്പം ഗ്ലോബലി ഫാഷൻ ഡിസൈനിങ്ങിൽ നമുക്കൊരു ഇരിപ്പുറപ്പിക്കാൻ ഒരു ചാൻസ് തരുന്നതുമായ ഒരു സ്ഥാപനം, വരുൺ ബാലിനെ പോലുള്ള ആളുകളൊക്കെ വന്ന ഒരു സ്ഥാപനം എന്ന നിലക്ക് ഒരുപാട് സെലിബ്രിറ്റികൾ, പ്രസിദ്ധർ കരിയർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലക്ക് നിഫ്റ്റിനെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആ രീതിയിൽ ഫാഷൻ ഡിസൈനിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക്, ആ ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും NIFT ഉപയോഗിക്കാം. Career Guru, molding your future.